നമസ്കാരം. CTVയുടെ ചിത്രം ചരിത്രം ചങ്ങനാശ്ശേരി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ചങ്ങനാശ്ശേരി ആയിരിക്കുന്നത് നിരന്തരമായ ചില രൂപപ്പെടുത്തലുകളിലൂടെയാണ്. അതായത് ചങ്ങനാശ്ശേരിയുടെ മുഖച്ഛായ മാറ്റിയ കെട്ടിടങ്ങൾ ചങ്ങനാശ്ശേരിയുടെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ചങ്ങനാശ്ശേരി SP കോളേജിൻ്റെ ടവർ, ആ ഒരു വീഡിയോയ്ക്ക് വളരെ നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. അനേകം പേര് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും നിർദ്ദേശങ്ങൾ തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഞങ്ങൾ വിലമതിപ്പോടെ തന്നെ കാണുകയാണ്. ഇന്ന് മറ്റൊരു വിഷയവുമായാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏതാണ്ടൊരു 50 വർഷം എങ്കിലും 50 വയസ്സെങ്കിലും പ്രായമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ചങ്ങനാശ്ശേരിയിൽ സ്ഥിരതാമസക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, 50 വർഷങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരി എങ്ങനെയായിരുന്നു? ഇരുനില കെട്ടിടങ്ങൾ വളരെ പരിമിതമായിരുന്നു. പ്രത്യേകിച്ച് കവല ഭാഗത്ത് ഇരുനില കെട്ടിടങ്ങൾ കാണാനില്ലായിരുന്നു. നമ്മുടെ മാർക്കറ്റ് ഭാഗത്തേക്ക് പോയാൽ പുരാതനമായ ചില നല്ല നിർമ്മിതികൾ കാണാൻ കഴിയുമായിരുന്നു, 2 നില കെട്ടിടങ്ങൾ. അതൊക്കെ അത്ഭുതത്തോടെ നോക്കി നിന്ന കുട്ടികളൊക്കെ ഇപ്പോൾ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായി കഴിഞ്ഞിട്ടുണ്ടാകും. പറഞ്ഞു വരുന്നത് അതല്ല. ചങ്ങനാശ്ശേരി പട്ടണത്തിൻ്റെ നടുവിൽ ബഹുനില കെട്ടിടങ്ങൾ ഒന്നുമില്ലായിരുന്ന ഒരു കാലത്ത് ചങ്ങനാശ്ശേരിക്കാരെ ഞെട്ടിച്ചുകൊണ്ട് 1ഉം 2ഉമല്ല 11 നിലകളുള്ള ഒരു ബഹുനില കെട്ടിടം കെട്ടിപ്പൊക്കാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയുണ്ട്. നിങ്ങൾക്കിപ്പോൾ തന്നെ ആ വ്യക്തിയുടെ പേര് ഓർമ്മയില്ലെങ്കിലും ആ ടവറിന് എന്താണ് പേരെന്ന് അറിയാൻ കഴിയും. ഒരു കാലത്ത് ചങ്ങനാശ്ശേരിയുടെ ഏറ്റവും വലിയൊരു തിരിച്ചറിയൽ ഡെസ്റ്റിനേഷനായി മാറിയ ഡോക്ടേഴ്സ് ടവർ. ഡോക്ടേഴ്സ് ടവറിലെ ശില്പി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ചങ്ങനാശ്ശേരി പട്ടണത്തിൽ പിന്നീട് നിരവധി ബഹുനില മന്ദിരങ്ങളൊക്കെ വന്നിരുന്നു എങ്കിലും ഇന്നും ചങ്ങനാശ്ശേരിയിൽ തലയെടുപ്പോടെ നഗരഹൃദയത്തിൽ നിൽക്കുന്ന ഒരു കെട്ടിടം തന്നെയാണ് ഡോക്ടേഴ്സ് ടവർ. ആ ടവറിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും ജീവകാരുണ്യ മേഖലകളിലും മറ്റും അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ വരാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന് താല്പര്യമില്ലായിരുന്നു. കാരണം വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയേണ്ട കാര്യമില്ല എന്ന ആപ്തവാക്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിരവധി പേർക്ക് കാരുണ്യ സ്പർശം നൽകുന്ന ആ കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ CTV ആഗ്രഹിച്ചിരുന്നു. ഇന്ന് ഏതായാലും അദ്ദേഹം നമ്മളോടൊപ്പം CTVയുടെ ഫ്ലോറിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ജോർജ് പീഡിയക്കൽ. അദ്ദേഹത്തിൻ്റെ പത്നി ഡോക്ടർ ലീലാമ്മ പീഡിയക്കലും നമ്മളോടൊപ്പമുണ്ട്. ഇന്ന് അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഏതായാലും 11 നില കെട്ടിടത്തിൻ്റെ ശില്പി നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കൊരുമിച്ച് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ മുഖവരയിൽ പറഞ്ഞതുപോലെ ചങ്ങനാശ്ശേരിയുടെ മുഖച്ഛായ മാറ്റിയ കെട്ടിടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് ഡോക്ടേഴ്സ് ടവർ. 1983 നിർമ്മാണം തുടങ്ങി 86 അത് നിർമ്മാണം പൂർത്തീകരിച്ചു. ഇത്രമാത്രം സാങ്കേതിക വിദ്യ ലഭ്യമല്ലാതിരുന്ന ആ കാലത്ത് ഇത്തരം ഒരു സംരംഭത്തിനിറങ്ങാൻ അങ്ങയെ പ്രേരിപ്പിച്ചതും ധൈര്യം തന്നതുമായ ഒരു ഘടകം ഉണ്ടാവില്ല, അതേക്കുറിച്ചൊന്ന് പറയാമോ? അതിൻ്റെ പിന്നിലുള്ള ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്യണം, മുനിസിപ്പാലിറ്റിക്ക് ഗവൺമെൻറ്റിന് നല്ലൊരു റവന്യൂ കിട്ടണം, ഇതുമൂലം അനേകർക്ക് പ്രയോജനപ്പെടണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വെഞ്ചറിലേക്ക് ഞങ്ങൾ ഇറങ്ങാനിടയായത്. സ്വന്തമായി കുറേ പണം സമ്പാദിക്കുക എന്നുള്ളതല്ല. ഈ ബിൽഡിങ് പണിതിട്ട് ഇത്രയും വർഷങ്ങളായി ഞങ്ങൾ അതിൽ നിന്ന് പണമൊന്നും സമ്പാദിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പണിയുന്നത് ഞങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ബിൽഡിങ്ങിനെ കൺവേർട്ട് ചെയ്തൊരു ആശുപത്രിയാക്കണമെന്നും അനേകർക്ക് ആതുര സേവനം അർഹിക്കുന്നവർക്ക് പരമാവധി റേറ്റ് കുറച്ചും അല്ലാത്തവരോട് ന്യായമായ രീതിയിൽ പെരുമാറിയും ഒരു ആതുര സേവനം നടത്തണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു വെഞ്ചറിലേക്ക് ഇറങ്ങിയത്. ഓക്കെ, ഞാൻ ചോദിച്ചത് അന്നത്തെ കാലത്ത് 2 നില കെട്ടിടങ്ങൾ പോലും സുലഭമല്ലായിരുന്നു. അപ്പോൾ ഈ 11 നില എന്ന ഒരു ഇതിലേക്ക് എത്താനുള്ള കാരണമാണ് അത് നമ്മൾ അന്ന് ഒരു 2, 4, 5 നില പണിതിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു രണ്ടാമതൊരു പണി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് ഒരു 11 നില ബിൽഡിങ് തന്നെ പണിയാം എന്ന് തീരുമാനിച്ച് ഒരു മൾട്ടിപർപ്പസ് ആകട്ടെ ആശുപത്രിയും അതിനോട് അനുബന്ധിച്ച് പല കാര്യങ്ങളും അതിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു താല്പര്യത്തിലാണ് ഈ 11 ഇത്രയും വലിയൊരു ബിൽഡിങ് പണിയാനിടയായത്. ഇത് പണിയുമ്പോൾ അന്ന് ഒരു രീതിയിൽ അന്ന് സാമ്പത്തികം അത്യാവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങ് പണിതു. എന്നാൽ അന്നത്തെ കാലത്ത് ചങ്ങനാശ്ശേരിക്ക് ഒരു 11 നില ബിൽഡിങ്ങിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, അന്നില്ലായിരുന്നു. ആ ദീർഘവീക്ഷണത്തെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ മണ്ടയിലോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാകും, അതങ്ങനെ വരാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട്
ആദ്യമേ തന്നെ നമ്മളൊരു ലാർജ് സ്ട്രക്ചർ ചെയ്യാനായിട്ട് അങ്ങ് തീരുമാനമെടുത്തു. ഇത് പണിയുന്ന കാലത്ത് എറണാകുളത്തിനും ട്രിവാൻഡ്രത്തിനും മധ്യത്തിൽ കേരളത്തിലെ ടോളസ്റ്റ് ആൻഡ് ദ ലാർജസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു. മാണിസാറും മനോരമയുടെ പ്രധാനി ചീഫ് എഡിറ്ററായ കെ എം മാത്യു സാറുമെല്ലാം അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് 75,000 സ്ക്വയർ ഫീറ്റ് ഏരിയയുള്ള ഏക ബിൽഡിംഗ് ഇതാണ്. ഇപ്പോഴും ഞങ്ങളുടെ റെക്കോർഡുണ്ട്. അതൊരു അഭിമാനകരമായ ഒരു നേട്ടമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു കെട്ടിടം കൊണ്ട് മാത്രമല്ല ഡോക്ടർ അറിയപ്പെടുന്നത്. വാസ്തവം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന പലർക്കും ഡോക്ടർ സ്റ്റവറിനെ അറിയാം, ഡോക്ടറിനെ അറിയാം, പക്ഷേ ഡോക്ടറുടെ മുഖം അവർ കണ്ടിട്ടില്ല. കാരണം പൊതുരംഗത്ത് നിന്ന് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് ഡോക്ടർ പ്രദർശിപ്പിച്ചു വരുന്നത്. അപ്പോൾ ഈ ഒരു കെട്ടിടം പണിതു എന്നത് മാത്രമല്ല, മറിച്ച് ഈ അടുത്ത കാലത്ത് ചങ്ങനാശ്ശേരിയിൽ ഏതാണ്ട് 34ഓളം നിർധനരായ വ്യക്തികൾക്ക് ഒരു കിടപ്പാടം, ഒരു കൂര വെച്ച് കൊടുക്കാൻ ഡോക്ടർ മുന്നിട്ടിറങ്ങിയതായിട്ട് ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ചീഫ് അഡ്മിൻ ശ്രീ വിനോദ് പണിക്കർ എന്നോട് സൂചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് 34 വീടുകൾ പണിത് കൊടുത്തു. എങ്ങനെയാണ് ഈ 34 വീടുകളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്? ആദ്യം ഞങ്ങൾ ചങ്ങനാശ്ശേരി ജംഗ്ഷൻ വഴി ഒരു ചെറിയ ആഡ് കൊടുത്തു. അങ്ങനെ ഒരു 10-200-ലധികം ആപ്ലിക്കൻസ് വന്നു. അതിന് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു 10-25 എണ്ണം എടുക്കുകയുണ്ടായി. അതിൻ്റെ വർക്ക് തുടങ്ങി ആൾക്കാർ താമസമൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നീട് വിവിധ കോർണറുകളിൽ നിന്ന് നമ്മുടെ MLA അടക്കം SP കോളേജിലെ അച്ഛന്മാർ, അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് മെമ്പർമാർ, ഇങ്ങനെ അപേക്ഷകൾ വിവിധ കോർണറുകളിൽ നിന്ന് അപേക്ഷകളുമായി വരാനിടയായി. അങ്ങനെ വരികയും അങ്ങനെ ഞങ്ങൾ ഓരോന്നും പോയി സ്റ്റഡി ചെയ്ത് ആൾക്കാരെ സെലക്ട് ചെയ്യുകയുമാണ് ചെയ്തത്. അങ്ങനെ സെലക്ട് ചെയ്ത് അവസാനം 34 എണ്ണത്തിലെത്തി. അങ്ങനെ 34 വീടുകളുടെ നടപടി കഴിഞ്ഞ് അവർ താമസിക്കുന്നു. ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ അതിനകത്ത് എന്തെങ്കിലും സാമുദായിക പരിഗണനകൾ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. അവിടെ ജാതിയില്ല, മതമില്ല, കാസ്റ്റില്ല, ക്രീഡില്ല, കളറില്ല. ഈ വക കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. നമുക്കെല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. അതിൽ ജാതിയോ മതമോ സമുദായമോ ഇത് യാതൊന്നും തന്നെ ഇല്ല. അതൊരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് പോകുന്നത്. അതെ, നിശ്ചയമായിട്ട്. ഡോക്ടർ സ്റ്റവറിന്റെ നിർമ്മാണത്തിനാണെങ്കിലും ഈ പറഞ്ഞ 34 വീടുകളുടെ കാര്യത്തിലാണെങ്കിലും അതുകൂടാതെ തന്നെ പലരും അറിയാതെ നിരവധി പേര് ചികിത്സാ സഹായമായിട്ടും വിദ്യാഭ്യാസ സഹായമായിട്ടും ഒക്കെ സമീപിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ അംഗീകരിച്ച് തരുന്ന ഒരു കുടുംബം സപ്പോർട്ട് താങ്കൾക്കുണ്ടോ? നിശ്ചയമായിട്ടും ഉണ്ട്. അതായത് നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ മറ്റ് അർഹിക്കുന്ന പാവപ്പെട്ടവർക്ക് കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങളുടെ മക്കളും നമ്മുടെ സഹധർമ്മിണിയും ഞങ്ങളുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് ഒന്നാണ്. അർഹിക്കുന്നവരെ, പാവപ്പെട്ടവരെ അവർക്ക് വേണ്ടി കരം നീട്ടുക, അവരെ സഹായിക്കുക. നമ്മളിതെല്ലാം കൂടെ സമ്പാദിച്ചു വെച്ച് ഒരു ദിവസം ഇതിനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോകും. പിന്നെ ഇതിൻ്റെ അന്ത്യം എന്താകുന്നു എന്നാരും അറിയുന്നില്ലല്ലോ. ഇല്ല. അതിനു പകരം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് അവരുടെ സന്തോഷം കൂടെ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഡോക്ടർ ലീലാമ്മ ജോർജ് ഒന്നും സംസാരിക്കുന്നില്ല. ഭർത്താവ് പറയുന്നതെല്ലാം കേട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഈ ഒരു പ്രവർത്തനങ്ങളെയൊക്കെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു പറഞ്ഞത്, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ പപ്പ പറയുന്ന അനുസരിച്ച് അതിനെ ഞങ്ങളെല്ലാവരും സഹകരിച്ചും കീഴ്പ്പെട്ടുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. വിദേശ രാജ്യത്ത് എത്ര കാലം ഉണ്ടായിരുന്നു? നീണ്ട 50 വർഷക്കാലം. ഒരു പുരുഷായുസ് എന്ന് പറയാവുന്ന ഒരു കാലഘട്ടം അത് വിദേശത്ത് ചെലവഴിച്ചു. അതും വൈദ്യശാസ്ത്ര രംഗത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി രോഗികളെ കാണുന്നതോടൊപ്പം നിരവധി വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാനും ജീവിതത്തിന്റെ നിരർത്ഥകതയെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ? അപ്പം ആത്മീയ ജീവിതത്തിലും താല്പര്യമുണ്ട്. അതുകൊണ്ടായിരിക്കാമല്ലോ ഒരിക്കൽ ഇങ്ങനെയുള്ള സാധുക്കളോടുള്ള താല്പര്യങ്ങളും ഒക്കെ നിങ്ങളിൽ ഉണ്ടാകാൻ ഇടയായത്. അതെ.
ഏതായാലും ഈ നമ്മൾ അനേകരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരിൽ നിന്നും നല്ല അനുഭവങ്ങൾ കിട്ടണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നമ്മളതിൽ പലരും ചിലതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളത് ഗവനിക്കാറില്ല. നമ്മൾ ആ ഉദ്ദേശത്തിലോ അതിലല്ലോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. നമ്മളൊരു പ്രവൃത്തി ചെയ്തു പോകുന്നു, പിന്നെ അതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴുള്ള ഈ ജീവിത രീതിയിൽ തൃപ്തിയാണല്ലേ? ഈ ജീവിത രീതിയിൽ തൃപ്തിയാണ്. അപ്പോൾ അത് മറ്റുള്ളവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ മനസ്സും നിറയുന്നു. സന്തോഷം കാണുമ്പോൾ അവരുടെ വേദന ഒന്ന് അതിൽ നമ്മളും കൂടെ പങ്കുചേരാൻ കഴിയുന്നു എന്നുള്ളത് നമുക്കൊരു ആശ്വാസമാണ്. അവരെ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണല്ലോ അവരുടെ പരീക്ഷ എഴുതാൻ നടക്കാത്തത്. ആ കാര്യം വന്ന് പറയുമ്പോൾ നമ്മളവരെ സഹായിക്കുമ്പോൾ അവർക്കും ഒരു ഭാവി കാണുന്നു നമ്മൾ അവരിൽ. അപ്പോൾ അവരൊരു ഉന്നത നിലയിലെത്തുമ്പോൾ നമുക്കൊരു സന്തോഷമാകും. ആരെങ്കിലുമൊക്കെ വന്ന് പിന്നെ പിൽക്കാലത്ത് നന്ദി പറയുക, അങ്ങനെയുള്ള അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? വളരെ പേര് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അനേകരുടെ ഹൃദയങ്ങളിൽ നമ്മൾ ഇപ്പോൾ തന്നെ സ്ഥാനം പിടിച്ചു എന്ന് പറയുന്നത് വളരെ ധന്യമായൊരു ജീവിതം തന്നെയാണ്. മറ്റൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നൊരു റൂമർ കേട്ടു. അതിനകത്ത് വാസ്തവം വല്ലതും ഉണ്ടോ? അത് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തിരുവിതാംകൂറിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചതാണ്. അതിൻ്റെ സ്റ്റെപ്സുകൾ ഓരോന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം വേണ്ട ഇനി അതിനൊക്കെ? അതിന് സ്ഥലം നമുക്ക് ബൈപ്പാസ് റോഡിൽ ഞങ്ങൾക്കൊരു 8-10 ഏക്കർ സ്ഥലമുണ്ട്. ബൈപ്പാസ് റോഡിലെ ആ സ്ഥലത്തിൽ എന്തോ ഒരു വലിയ ആസ്ട്രൽ മെഡിസിറ്റി പോലെ എന്തോ വലിയൊരു സംഭവം വരുന്നെന്ന് കേട്ടു. നാട്ടുകാർ പറയുന്നതാണ്. ഞങ്ങളതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ വേറെ ജോയിൻറ്റ് വെഞ്ചറിന് വേറെ ചില രാജ്യക്കാരും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ടോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അനധിവിദൂര ഭാവിയിൽ അത് മെറ്റീരിയലൈസ് ചെയ്യും. അതായത് അത് നമ്മുടെ തന്നെ ആശുപത്രി ആയിരിക്കും. നമ്മുടെ തന്നെ ആശുപത്രി ആയിരിക്കും, അല്ലാതെ അസ്പയർ മെഡിസിറ്റി ഒന്നും അല്ല. അപ്പൊ ചങ്ങനാശ്ശേരിയിലെ മൊത്തത്തിൽ ഇപ്പൊ എന്നോട് തന്നെ പലരും വ്യക്തിപരമായിട്ട് പറഞ്ഞു, ഇന്നിപ്പം ചങ്ങനാശ്ശേരിയിലേക്ക് വലിയൊരു വമ്പൻ ഹോസ്പിറ്റൽ ശൃംഖല തന്നെ വരികയാണ്, അതിനുവേണ്ടി അവിടെ ഗ്രൗണ്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പം ഡോക്ടർ പറയുന്നു അത് ഡോക്ടറുടെ ഒരു സംരംഭം തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ ഒഴിവായി കിട്ടി. ഇത് ഞങ്ങളുടെ തന്നെ സംരംഭമായിരിക്കും. അതോടൊപ്പം തന്നെ പൊട്ടാശ്ശേരിയിൽ ഞങ്ങൾ സീനിയർ കെയർ ഹോംസ്, അതുപോലെ തന്നെ മെഡിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും നിരവധി വർഷം വിദേശ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുകയും അവിടുത്തെ സംസ്കാരങ്ങളുമായിട്ടും വ്യക്തികളുമായിട്ടും അടുത്തിടപഴകുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി പോലെ ഒരു വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പട്ടണത്തിൽ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഓരോ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ ചങ്ങനാശ്ശേരിയെക്കുറിച്ച് ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? നമുക്ക് കുറഞ്ഞ പക്ഷം വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. കോട്ടയം പോലെയും തിരുവല്ല പോലെയും എങ്കിലും നമ്മുടെ ടൗൺ ഒന്ന് ആയിത്തീർന്നാൽ കൊള്ളാമെന്നുള്ള വലിയൊരാഗ്രഹമുണ്ട് മരണത്തിന് മുമ്പ്. കോട്ടയം ടൗൺ പോലെയും തിരുവല്ല ടൗൺ പോലെയും ഞങ്ങൾ ഈ ബിൽഡിങ് പണിയുന്ന കാലത്ത് നമ്മുടെ ചങ്ങനാശ്ശേരി ടൗണ് മുനിസിപ്പാലിറ്റി A-ക്ലാസ് മുനിസിപ്പാലിറ്റി ആയിരുന്നു. അന്ന് ഇവിടുന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോർജ് എന്ന് പറഞ്ഞ ജെന്റിൽമാൻ ആയിരുന്നു തിരുവല്ലക്കാരൻ, മുനിസിപ്പൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അന്ന് തിരുവല്ല C-ക്ലാസ് ടൗണാണ്, നമ്മൾ A-ക്ലാസ് ടൗണാണ്. ഇദ്ദേഹം ആഴ്ചയിൽ ഒരു തവണ തിരുവല്ലയിൽ പോയി മുനിസിപ്പാലിറ്റിയിൽ ഡോക്യുമെന്റ്സുകൾ സൈൻ ചെയ്തു വരുമായിരുന്നു. ഇന്ന് ആ തിരുവല്ല C-ക്ലാസിൽ നിന്ന് A-ക്ലാസിന്റെ മുകളിൽ പോയി. ചങ്ങനാശ്ശേരി കോട്ടയത്തെ വെല്ലുന്ന ടൗണായി മാറി തിരുവല്ല. നമ്മുടെ ചങ്ങനാശ്ശേരി ഒന്നുമില്ലാതായി. ഏതായാലും ചങ്ങനാശ്ശേരിയിൽ ആദ്യമായി ഒരു ബഹുനില കെട്ടിടം സംഭാവന ചെയ്ത വ്യക്തി എന്നുള്ള നിലയിൽ ചങ്ങനാശ്ശേരിയുടെ വളർച്ചയെക്കുറിച്ച് സംസാരിക്കാൻ ഡോക്ടർ സർവ്വതാ യോഗ്യനാണ്. താങ്കളുടെ സ്വപ്നങ്ങൾ പറയാം. നമ്മുടെ നാട് വരണ്ടു പോയി, ഉണങ്ങിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് നമ്മുടെ അനുഭവത്തിൽ, ഈ 80 വയസ്സ് പ്രായമായ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടത് അതാണ്. മറ്റോരോ ടൗണുകളിൽ ക്ലോസ് ബൈ ടൗണുകളെല്ലാം ഭയങ്കരമായി ഡെവലപ്പ് ചെയ്തു, ഗ്രോ ചെയ്തു. നമ്മളോ ഒന്നുമില്ലാതായി. ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് കാളവണ്ടി ഒഴുകുന്നത്. ആ കാഴ്ചകളൊക്കെ ഓർമ്മയുണ്ടോ? കാളവണ്ടി ഒഴുകുകയായിരുന്നു. ചങ്ങനാശ്ശേരി മാർക്കറ്റിലോട്ടൊന്ന് ഒരു സൈക്കിൾ കൊണ്ട് കയറി ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അതായിരുന്നു മാർക്കറ്റ് ചങ്ങനാശ്ശേരിയുടെ. ആ മാർക്കറ്റ് ഇന്ന് 0 ആയി മാറി. ഇതാണ് നമ്മുടെ നാടിന് പറ്റിയത്. നമ്മുടെ നാടിൽ ഡെവലപ്മെന്റ് ഉണ്ടാകണം, നാടിൻ്റെ ട്രാഫിക് വകുപ്പിന് മാറ്റം വരണം. ആ ചങ്ങനാശ്ശേരി ടൗണിൽ NSS കോളേജ് തൊട്ട് SP കോളേജ് വരെയെങ്കിലും മെയിൻ റോഡിൽ ഒരു ഫ്ലൈ ഓവർ വരണം. ട്രാഫിക്കിന് പരിഹാരം കണ്ടെത്തണം. മറ്റു വിവിധ തരത്തിലുള്ള ഡെവലപ്മെന്റ് ഈ നാട്ടിൽ വരണം. മറ്റു ടൗണുകളെ പോലെ നമ്മളും മുന്നോട്ട് വരണം, വളരണം.
ഇവിടെ ഇപ്പോൾ ഈ റെയിൽവേ ജംഗ്ഷനിൽ മറ്റോ എന്തോ ഫ്ലൈ ഓവർ വരുന്നെന്ന് പറയുന്നു. പക്ഷേ ഇത് വരികയായിരുന്നെങ്കിൽ അതിനേക്കാൾ പ്രയോജനമായി അല്ലേ ഡോക്ടർ? റെയിൽവേ ബൈപ്പാസ് റോഡിൽ ഒരു ഫ്ലൈ ഓവർ വരുന്നതിനേക്കാൾ പ്രയോജനം നമ്മുടെ ടൗണിൽ മെയിൻ റോഡിൽ MC റോഡിൽ വരുന്നതാണ്. ട്രാഫിക് കൺജഷനുള്ള ഈ പറഞ്ഞ NSS കോളേജ് തൊട്ട് SP കോളേജ് വരെയുള്ള ഏരിയയിൽ ഒരു ഫ്ലൈ ഓവർ വന്നാൽ അപകടങ്ങൾ ഒഴിവാകും. ജനങ്ങൾക്ക്, ബിസിനസ്സുകാർക്ക്, എല്ലാവർക്കും എത്ര കൺവീനിയൻ്റായ ഒരു ലൈഫ് കിട്ടും. നമ്മുടെ MLA അത് ഗൗരവമായിട്ട് ടേക്കപ്പ് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഇത്രയും സമൂഹവുമായുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ ജനപ്രതിനിധികളോടൊക്കെ നല്ല അടുപ്പം സൂക്ഷിക്കുന്ന ആളായിരിക്കില്ലേ? ഉറപ്പായിട്ടും. അപ്പൊ അവരോടൊക്കെ പങ്കുവെച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? പലപ്പോഴും പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ നാളെ ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. MLA സംബന്ധിച്ചിടത്തോളം രാവകല് നാടിന്റെ ഡെവലപ്മെന്റിന് താല്പര്യമുള്ളവനും അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വ്യക്തിയാണ് നമ്മുടെ ജോ മൈക്കിൾ. നിശ്ചയമായിട്ട് അത് പൊക്കി പറയുന്നതല്ല. നാട് ഡെവലപ്പ് ചെയ്യണമെന്നും നാട്ടിൽ എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിത്വമാണ്. അതിന് അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. ഏതായാലും നമ്മളെ ഡോക്ടറുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും വികസന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞെങ്കിലും കുടുംബത്തെക്കുറിച്ചുകൂടെ ഒന്ന് പറയാമായിരുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്ത മകന് ഡോക്ടർ റോബിൻസൺ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സർജറി ഡിപ്പാർട്ട്മെന്റ് ആസ് എ ഹോൾ HOD ആണ്. അദ്ദേഹം ലാപ്രോസ്കോപ്പിക് കൺസൾട്ടന്റ് സർജനും സീനിയർ സർജറി പ്രൊഫസറുമാണ്. അത് രണ്ടാമത്തത് മകളാണ്. മകളും മരുവനും ഡോക്ടേഴ്സാണ്. അവർ UAE വർക്ക് ചെയ്യുന്നു. ഇളയ മകന് ഓർത്തോ സർജനാണ്, ഡോക്ടർ ജെഫേഴ്സൺ ജോർജ്. അദ്ദേഹം കോട്ടയം കിംസ്, ഞങ്ങളുടെ സമരിറ്റൻ മെഡിക്കൽ സെന്റർ, ചേർത്തല കിൻഡർ ഹോസ്പിറ്റൽ, അവസാനം ആലപ്പുഴ, ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്റർനാഷണൽ അവാർഡ്, അമേരിക്കൻ അവാർഡൊക്കെ മേടിച്ച ആളാണ്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ടോട്ടൽ ആംഗിൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്ത ആദ്യത്തെ ഡോക്ടറാണ്. സൗത്ത് ഇന്ത്യയിൽ മെഡിക്കൽ റെക്കോർഡാണ് പറയുന്നത്. ഓക്കെ. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ടോട്ടൽ ആംഗിൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് നടത്തിയ ആളാണ്. അപ്പോൾ അത്രയും റെക്കോർഡുകളുള്ള ഒരു വ്യക്തിയാണ് ജെഫേഴ്സൺ. അസ്ഥിരോഗത്തിലെ പ്രഗത്ഭനായ ഡോക്ടറാണ്. നമ്മുടെ കേരളത്തിലെ വൺ ഓഫ് ദ ടോപ്പ് ലീഡിംഗ് ഓർത്തോ സർജൻസിൽ ഒരാള്. അതൊരു ചങ്ങനാശ്ശേരിക്കാരനാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു. അതെ, അമേരിക്കൻ അവാർഡ്, ഇന്റർനാഷണൽ അവാർഡ് ഒക്കെ വാങ്ങിയ ആളാണ്. ഈ മുട്ട് മാറ്റിവെക്കല്, തോൾ മാറ്റിവെക്കല്, ഇടിപ്പല്ല് മാറ്റിവെക്കല്, സ്പൈൻ സർജറി, എല്ലാ അസ്ഥിരോഗ സംബന്ധമായ കാര്യങ്ങളിലും പ്രഗത്ഭനാണ്. അപ്പോൾ ഇടയ്ക്ക് ചോദിച്ചിട്ട് നമ്മുടെ ഈ അസ്ഥിരോഗ സംബന്ധമായിട്ടുള്ള ഏത് ചികിത്സയ്ക്കും നമുക്ക് സമരിറ്റനിൽ സാധ്യതയുണ്ടോ? നമ്മൾ സമരിറ്റനിൽ ഈ എല്ലാ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഓപ്പറേഷനും. അതൊരു പുതിയ അറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കറിയില്ല. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ നമുക്ക് 3-4 മുട്ടുമാറ്റിവെക്കൽ ഉണ്ടായിരുന്നു. സ്പൈൻ സർജറി, മറ്റ് ഷോൾഡർ സർജറി, ഹിപ്പ് സർജറി, ഈ എല്ലാ തരത്തിലും ഓർത്തോയുടെ എല്ലാ ഓപ്പറേഷൻസും നമ്മുടെ അവിടെ ഉണ്ട്. അതോടൊപ്പം ഇതിന്റെ റേറ്റും മറ്റു വലിയ ഹോസ്പിറ്റലിനേക്കാൾ വളരെ കുറച്ച്. അല്ല, നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ലല്ലോ. ഇതുകൊണ്ട് പണം ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യമില്ലാത്തത് കൊണ്ട് റേറ്റും വളരെ കുറവാണ്. നമ്മുടെ നിയർ ബൈ ഈവൻ അടുത്തുള്ള മെഡിക്കൽ കോളേജുകൾ അടക്കം എടുത്താൽ ഒരു 40% അവിടുത്തെക്കാൾ ഈ ഹോസ്പിറ്റലുകളെക്കാൾ കുറച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് നല്ലൊരു വാർത്തയാണ്. പ്രേക്ഷകർക്കും അതൊരു പുതിയ അറിവായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് പ്രാക്ടിക്കലി വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാട്ട്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, കൗതുകരമായ ഒരു ചോദ്യമാണ്. 83-ൽ നിർമ്മാണം തുടങ്ങി 86-ൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഡോക്ടേഴ്സ് ടവർ എന്ന് ആ ഒരു പേരിടുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഡോക്ടർമാരെന്നറിയപ്പെടുമെന്ന് ഡോക്ടർ നേരത്തെ വിചാരിച്ചിരുന്നു. ഏതായാലും അതൊരു തീർച്ചയായിട്ടും കാരണം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പേരിടുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഡോക്ടർമാരാകും എന്ന് ഒരിക്കലും ഡോക്ടർ അന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും നിങ്ങളെ പരിചയപ്പെടാനും ഈ ചാനലിൽ വരാനും കഴിഞ്ഞതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും മാത്രമല്ല, ഈ ചികിത്സാ രംഗത്ത് ചങ്ങനാശ്ശേരിയിൽ ഇത്രയും മികച്ച ഒരു സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അജ്ഞാതമായിരുന്നു. കാരണം ഹോസ്പിറ്റൽ ഉള്ളതെന്ന് എനിക്കറിയാമായിരുന്നു. ഇന്നും 2 സർജറി ഉണ്ട്. ഓർത്തോ. ഓക്കെ. അപ്പോൾ ഏതായാലും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒട്ടും മടുത്തു പോകാതെ സാധുക്കൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ സർവശക്തനായ ദൈവം നിങ്ങളെ കൂടുതൽ കരങ്ങൾക്ക് ബലം പകരട്ടെ, നിങ്ങൾക്ക് കൂടുതൽ ആയുസ്സും ആരോഗ്യം നൽകി സമൂഹത്തിന് നന്മ ചെയ്യാൻ ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഏതായാലും ഈ നമ്മുടെ ഫ്ലോറിൽ വരാനും ഇത്രയും ആശയങ്ങളൊക്കെ പങ്കുവെക്കാനും കാണിച്ച സന്മനസ്സിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ വീട് വെച്ച് കൊടുത്തതിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങളുടെ കഴിഞ്ഞ ഒരു 50-ലധികം വർഷങ്ങൾ എഡ്യൂക്കേഷൻ സപ്പോർട്ട്, സാധുക്കളുടെ കല്യാണം, ചികിത്സ, ഇങ്ങനെയുള്ള ഫീൽഡുകളിലാണ് ഞങ്ങൾ അധികവും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതൊന്നും ഒരു പേപ്പറിലോ ഒരു TV-യിലോ ഞങ്ങൾ കൊടുത്തിട്ടില്ല,
പബ്ലിക്കിട്ട് അറിഞ്ഞിട്ടുമില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് നാട്ടുകാരെ അറിയിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും ഇത്രയും നല്ല ഒരു ആശുപത്രി കയ്യിലിരുന്നിട്ടും അതിന് പോലും വേണ്ടവണ്ണം പരസ്യം കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ എനിക്ക് നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ആഗ്രഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും സർവശക്തന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. രണ്ടുപേർക്കും ഞാൻ നന്ദി പറയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.